റീകണക്റ്റിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇത് റീകണക്റ്റിന്റെ 5ാമത്തെ എപ്പിസോഡാണ്. ഇന്നത്തെ പ്രോഗ്രാമിന്റെ നമ്മുടെ മുഖ്യാതിഥിയായിട്ട് വന്നിട്ടുള്ളത് ശ്രീ ഡോക്ടർ ജോർജ് ഓണക്കൂർ സാറാണ്. പ്രശസ്ത സാഹിത്യകാരനും നോവലിസ്റ്റും കഥാകാരനും ഒക്കെയായ ജോർജ് ഓണക്കൂർ സാറ് നമുക്ക് പലർക്കും പേഴ്സണലായിട്ട് അറിവുള്ളതാണ്. എങ്കിലും അറിയില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഒന്ന് അറിയിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഓൾറെഡി പറഞ്ഞ പോലെ അദ്ദേഹം വലിയൊരു നമ്മുടെ ഇടയിൽ നിന്നുള്ള ഒരു മികച്ച സാഹിത്യകാരനും ഗവൺമെന്റും നമ്മുടെ സമൂഹവും അംഗീകരിച്ചിട്ടുള്ള ഒരു നോവലിസ്റ്റും കഥാകാരനും ഒക്കെയാണ്. അതിനെപ്പറ്റി കൂടുതൽ പറയാനാണെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയ അവാർഡുകളുടെ ഒരു ലിസ്റ്റ് പറയുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം എന്ന് എനിക്ക് തോന്നുന്നു. ഏറ്റവും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 2 തവണയെങ്കിലും അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 1980-ലും 2004-ലും. അതുകൂടാതെ 2021-ൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നൽകി ഗവൺമെന്റ് അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് ഒരു പിടി അവാർഡുകൾ അദ്ദേഹത്തിന്റെ മറ്റ് രചനകൾക്കും കൃതികൾക്കും ലഭിച്ചിട്ടുണ്ട്. അതിൽ ഒരുപാടുണ്ട്. സമയത്തിന്റെ കുറവുകൊണ്ട് ഞാൻ അതിൽ കുറച്ചെങ്കിലും പറയാൻ ആഗ്രഹിക്കുകയാണ്. സഹോദരൻ അയ്യപ്പൻ പുരസ്കാരം, KCBC അവാർഡ്, കേരളശ്രീ അവാർഡ്, തകഴി അവാർഡ്, കേശവദേവ് സാഹിത്യ അവാർഡ്, അതുപോലെ തന്നെ മദർ തെരേസ അവാർഡ്, ഇതെല്ലാം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ കൃതികളിലൊക്കെ മുഴുവനായിട്ടും വ്യാപൃതനായിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം കേരള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചിൽഡ്രൻസ് ലിറ്ററേച്ചർ, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എൻസൈക്ലോപീഡിയ പബ്ലിക്കേഷൻസ്, കേരള ലിറ്ററസി കൗൺസിൽ എന്നിവയുടെയൊക്കെ ഡയറക്ടറായിട്ടും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരുപാട് ശിഷ്യ സമ്പത്തുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. മാർ ഇവാനിയോസ് കോളേജിൽ തിരുവനന്തപുരത്ത് 3 പതിറ്റാണ്ടോളം അദ്ദേഹം അധ്യാപകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഈ എളിയ സംരംഭത്തിൽ ഈ ചെറിയൊരു സമയത്ത് വന്ന് ജോയിൻ ചെയ്യാൻ മനസ്സ് കാണിച്ച സാറിനെ ഏറ്റവും ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നതിനും ഒപ്പം ഒരു പ്രാർത്ഥനയോടുകൂടി ഈ പരിപാടി തുടക്കം കുറിക്കുന്നതിനും ഞങ്ങളുടെ ഓസ്ട്രേലിയയിലെ മലങ്കര കാത്തലിക് കമ്മ്യൂണിറ്റിയുടെ കോർഡിനേറ്ററായ ഫാദർ പ്രേംകുമാർ കോർപ്പിസ്കോയറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. താങ്ക് യു നിബു. ഒരു ചെറിയ പ്രാർത്ഥന. ബലഹീനന്മാരും പായളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹണമേ. ദൈവമായ കർത്താവേ, ഈ സമയത്തിനായി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ നാമത്തിൽ ഒന്നിച്ചുകൂടി ഹോപ്പ് ആൻഡ് എക്സ്പെക്ടേഷൻസ് ഓഫ് ക്രിസ്മസ് എന്നുള്ള ഈ സമയത്തേക്ക് ആവശ്യമായ ചിന്തകൾ പങ്കുവയ്ക്കുവാൻ വേണ്ടി അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മലങ്കര സഭയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായി പ്രൊഫസർ ഡോക്ടർ ജോർജ് ഓണക്കൂർ സാറിന് തന്നതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ സമൂഹത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. മെൽബൺ മലങ്കര കത്തോലിക്ക കമ്മ്യൂണിറ്റിയുടെ റീകണക്ട് വഴിയായി മലങ്കര സഭയ്ക്ക്, പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിലുള്ള മലങ്കര കുടുംബങ്ങൾക്ക് അങ്ങ് നൽകുന്ന പുതിയ പുതിയ ആശയങ്ങൾക്കും കുറച്ചുകൂടൽ പ്രാർത്ഥനയിലും സാമൂഹിക ജീവിതത്തിലും കുടുംബജീവിതത്തിലും ആധ്യാത്മികയിലും എല്ലാം വളരുവാൻ ഞങ്ങളെ സഹായിക്കുന്ന എല്ലാ കൃപയ്ക്കും നന്ദി പറയുന്നു. ഇതിനെ ഓർഗനൈസ് ചെയ്ത് എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കൂടെ ആയിരിക്കണമേ. ഇതിൽ നിന്ന് ഞങ്ങൾ ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളും അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈ പ്രാർത്ഥനയൊക്കെയും ഞങ്ങളുടെ കർത്താവ് യേശുമശിഹ മുഖേന അങ്ങയുടെ കരങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പിതാവേ, ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേയും അങ്ങയുടെ രാജ്യം അങ്ങയുടെ തിരുമനസ്സുരത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള പോലെ ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പരിസ്ഥിതിക്കും സ്തുതിയും ആദ്യം. So I am so happy that many people are you have joined for this beautiful session, Reconnect. അപ്പോൾ നമ്മുടെ നിബു സാറിനെ കുറിച്ച് നല്ലപോലെ പറഞ്ഞു. നമുക്ക് വലിയൊരു മുതൽക്കൂട്ടാണ് മലങ്കര സഭയുടെ. So I recently just gone through his I am also from his parish, Nalanjara.
So I just came through some of the his sharing interviews and other things. Really, he's a very inspiring person. അതിൽ എനിക്ക് മനസ്സിലായത് ഒന്ന്, ഈ ഹെഡിങ്ങിനും വളരെ ക്ലോസ് റിലേഷനാണ് സാറിനുള്ളത്. പ്രത്യേകിച്ച് സാറിൻ്റെ ആ ഒരു നേച്ചറുമായിട്ടുള്ള ആ ഒരു വളരെ ക്ലോസ് റിലേഷൻഷിപ്പ്, ദാറ്റ് ഈസ് വെരി മച്ച് അപ്രീഷിയേറ്റഡ്. എസ്പെഷ്യലി ഓസ്ട്രേലിയ ഈസ് നോൺ ഫോർ ദാറ്റ്, ലവിങ് ദ നേച്ചർ. അപ്പോൾ സാറിനെ സംബന്ധിച്ചും നേച്ചർ എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് മദർ എന്ന് പറയാം. ആ ഒരു രീതിയിലാണ് സാറ് കാണുന്നത്. അത് വലിയൊരു ശക്തിയാണ് സാറിൻ്റെ. അതിൽ നിന്നാണ് നോവലുകളും അതുപോലെ ചിന്തകളും എല്ലാം വരുന്നത് കാണുന്നുണ്ട്. ദ സെക്കൻഡ് തിങ് ഐ വണ്ടേർഡ് അബൌട്ട് ഹിസ് ലൈഫ്, ഒന്ന് ഈ വളരെ എളിമയും, ഇപ്പോൾ ഒരു സെലിബ്രേഷനിൽ വലിയ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് സാറ്. ശരിയാണോ അത്? സെലിബ്രേഷനിൽ അല്ല, പക്ഷെ അതിൻ്റെ വാട്ട് ഈസ് ദ കണ്ടന്റ്, നോട്ട് നമ്മൾ പറയുമല്ലോ, സംടൈംസ് ദ കവർ ഈസ് ബെറ്റർ ദാൻ ദ കണ്ടന്റ് നമ്മുടെ സാധനം മേടിക്കുമ്പോൾ. പക്ഷെ സാറിനെ സംബന്ധിച്ച് തിരിച്ചാണ്, കണ്ടന്റ് ഈസ് ഷുഡ് ബി ഓൾവേസ് ബെറ്റർ ദാൻ ദി കവർ. അപ്പോൾ ആ ഒരു കണ്ടന്റിൽ ആണ് ഏറ്റവും കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്, ഹോപ്പ് ആൻഡ് എക്സ്പെക്ടേഷൻ ഓഫ് ക്രിസ്മസ്. അപ്പോൾ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അതിൽ ക്രൈസ്റ്റ് ഈസ് ദെയർ, CHRIST, ക്രൈസ്റ്റ്. MIS പൊതുവെ പറയുന്നത് ഇങ്ങനെയാണ്, മാർക്ക് ആൻഡ് സ്പെൻസർ. അവർ രണ്ടുപേരും UK വലിയ ഇത് ഓൺട്രപ്രണേഴ്സാണ്, ബിസിനസ് പീപ്പിളാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന രീതിയിൽ, ഇഫ് വി റിമൂവ് ക്രൈസ്റ്റ് ഫ്രം ക്രിസ്മസ്, then it is M&S, that is Mark and Spencer. ഇന്ന് കാണുന്നതാണ്, പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിൽ വി ഡോണ്ട് സീ ക്രൈസ്റ്റ് ഇൻ എനി ഡെക്കറേഷൻ. എല്ലാം ബിസിനസിൻ്റെ ആണ് കാണപ്പെടുന്നത്. അപ്പോൾ അത് നമ്മൾ അതിനെ എങ്ങനെ മാറ്റാൻ സാധിക്കും മലങ്കര സഭയെ സംബന്ധിച്ച്? അപ്പോൾ ഇന്നൊരു ഗ്രീറ്റിങ്സ് അയച്ചാലും അവിടെ ക്രിസ്തു കാണുന്നില്ല, അല്ലെങ്കിൽ ഒരു ഡെക്കറേഷൻ ചെയ്താലും ക്രിസ്തുവില്ല. മറ്റേ സിമ്പിൾസ് എല്ലാം ഉണ്ട്, സാന്റാക്ലോസ് ഉണ്ട്, മറ്റുള്ള എല്ലാ സാധനങ്ങളും, അതിൽ വരുന്ന എല്ലാ സിമ്പിൾസും ഉണ്ട്, ബട്ട് ദർ ഈസ് നോ ക്രൈസ്റ്റ്. ഇനി നമ്മുടെ ബിസിനസ്സിൽ നോക്കിയാലും കംപ്ലീറ്റ് ഈ M&S ആണ് കാണപ്പെടുന്നത്. അപ്പോൾ ആ ഒരു അതിൽ നിന്ന് മാറി, അപ്പോൾ സാറിൻ്റെയും ലൈഫ് അതാണ്. ആക്ച്വലി ഹിസ് വിഷൻ ഈസ് ഓൾസോ ദാറ്റ്. അപ്പോൾ ഒരു പള്ളിയായാലും, പള്ളിയിൽ പെരുന്നാൾ വരുമ്പോൾ പെരുന്നാളിൽ സാറിന് വലിയ താല്പര്യമില്ല, പക്ഷെ കുർബാനയിൽ ഭയങ്കര താല്പര്യമാണ്. സോ ദാറ്റ് ഈസ് എ ഡിഫറൻസ്. അപ്പോൾ ഒരു എക്സ്ട്രാ ഫിറ്റിങ്സ് കൊണ്ടുവന്ന് അതിനെ ഒരു വലിയ ഒരു നമ്മുടെ ശ്രദ്ധയെ മാറ്റുന്നതിൽ സാറും അതിൽ ഒരു ഉടമ്പടില്ല. അതുകൊണ്ടാണ് ഈ ടോപ്പിക് ഇന്ന് ടുഡേ എസ്പെഷ്യലി ടു ഓസ്ട്രേലിയൻ കമ്മ്യൂണിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഞാൻ വളരെ സന്തോഷമാണ് സാറിനെ നമുക്ക് കിട്ടിയതും, സാറിൻ്റെ ആ ഒരു അനുഭവത്തിന് നമ്മുടെ കൂടെ പങ്കുവയ്ക്കാനും കിട്ടിയ ആ അവസരത്തിന് നന്ദി പറയുന്നു. അതുപോലെ റീകണക്റ്റും നല്ല രീതിയിൽ വളർന്ന് വരുന്നതിലും എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ സാറിന് എല്ലാവരുടെയും നാമത്തിൽ, നമ്മുടെ മലങ്കര സഭയുടെ 6 കമ്മ്യൂണിറ്റി ഉണ്ട് ഇവിടെ ഓസ്ട്രേലിയയിൽ, എല്ലാവരുടെയും നാമത്തിൽ സാറിന് ഞാൻ സ്വീകരിച്ചുകൊണ്ട് സാറ് ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു. ഏറ്റവും ബഹുമാനപ്പെട്ട പ്രേം പാറച്ച, മറ്റ് സുഹൃത്തുക്കളെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എന്നെ കാതോർക്കുന്ന പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ആദ്യമായി ദൈവതിരുനാമത്തിൽ ഞാൻ വിനയപൂർവം നമസ്കാരം അറിയിക്കുന്നു. ക്രിസ്മസിൻ്റെ ആശംസകൾ നേരുന്നു. ബഹുമാനപ്പെട്ട ഫിലിപ്പച്ചന് മറ്റ് കൃത്യാന്തര ബാഹുല്യം നിമിത്തം എത്തിച്ചേരാൻ കഴിയില്ല എന്നെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ വളരെ സന്തോഷപൂർവം ഇത് പ്രേംകുമാറച്ചനും സുഹൃത്തുക്കളും എല്ലാം ചേർന്ന് മനോഹരമായി സജ്ജീകരിച്ചിരിക്കുന്നു എന്നുള്ളതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. മെൽബോണിലെ കമ്മ്യൂണിറ്റി ഇങ്ങനെയൊരു കൂടിച്ചേരൽ, ഒരുമിച്ച് ചേർന്ന് വിശേഷ സന്ദർഭങ്ങളിൽ പുതിയ ചിന്തകൾ പങ്കുവെക്കുന്നു എന്ന് അറിയാൻ ഇടവന്നത് വലിയ ഒരു അനുഗ്രഹമാണ് എന്ന് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി പറഞ്ഞ നല്ല കാര്യങ്ങൾക്കൊക്കെ ഹൃദയപൂർവ്വം ഞാൻ നന്ദി പറയുന്നു. ഒന്നും ഞാൻ ആവർത്തിക്കുന്നില്ല. എൻ്റെ എളിമയുടെ ഒരു
സ്വഭാവ രീതിയെക്കുറിച്ച് അച്ഛൻ പറഞ്ഞു. സത്യമാണ്. പുൽക്കൂട്ടിൽ ജാതനായ യേശുവിനെയാണ് ഞാൻ ഭക്തിപൂർവ്വം നിത്യവും നമസ്കരിക്കുന്നത്, എൻ്റെ ഹൃദയത്തിൽ ആരാധിക്കുന്നത്. എളിമയുടെ പ്രതീകമായ ക്രിസ്തുദേവൻ ഞാൻ പറയട്ടെ, എളിമയുടെ പ്രതീകമാണ്. അതൊരു വലിയ പ്രത്യേകതയുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാമല്ലോ, യഹൂദന്മാരുടെ വിശ്വാസം അനുസരിച്ച്, പ്രതീക്ഷ അനുസരിച്ച് സർവപ്രതാപങ്ങളോടും കൂടി രാജകീയ വംശത്തിൽ വന്നു പിറക്കുന്ന ഒരു രക്ഷകനെ കുറിച്ചാണ് അവർ പ്രതീക്ഷാപൂർവം കാത്തിരുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വിശുദ്ധ ഗ്രന്ഥം അത് സാക്ഷിക്കുന്നുണ്ട്. യേശു എവിടെ ജനിക്കും എന്നുള്ളൊരു ചോദ്യത്തിനുള്ള ഉത്തരം ആദ്യമേ അന്വേഷണം നടക്കുന്നത് രാജകൊട്ടാരങ്ങളിലോ പ്രഭുമന്ദിരങ്ങളിലോ ആണ്. ലോകരക്ഷകനായ യേശു എവിടെയാണ് ജനിക്കുക? ജനിക്കും, രക്ഷകൻ വരും, പാപത്തിൽ നിന്ന് മോചനം നൽകും, രക്ഷയുടെ ലോകത്തേക്ക് നയിക്കും എന്ന പ്രതീക്ഷ ആദിമകാലം തൊട്ട് തന്നെ പുലർത്തിപ്പോന്ന ദൈവജനം എന്ന് ഞാൻ പറയട്ടെ. അപ്പൊ അവര് പ്രതീക്ഷാപൂർവം രക്ഷകന് വേണ്ടി കാത്തിരിക്കുകയാണ്. നമുക്കറിയാം, ഓൾഡ് ടെസ്റ്റമെന്റ് നോക്കുമ്പോൾ ന്യായാധിപന്മാരുടെ, പ്രവാചകന്മാരുടെ, രാജാക്കന്മാരുടെ എല്ലാ പുസ്തകങ്ങളും പരിശോധിക്കുമ്പോൾ വരാനിരിക്കുന്നവൻ നീയോ, രക്ഷകൻ നീയോ എന്ന് ഓരോ പ്രവാചകന്റെയും മുഖത്ത് നോക്കി ചോദിക്കുന്ന ജനതയെ നമുക്കറിയാം. ആകാംക്ഷയോടുകൂടി അവർ കാത്തിരിക്കുകയാണ്. ഒരു രക്ഷകൻ വരും, പാപത്തിൽ നിന്ന് മോചനം നൽകും, സ്വർഗത്തിന്റെ ആ ഒരു അനുഗ്രഹത്തിലേക്ക് നയിക്കും എന്ന പ്രതീക്ഷയാണ് വാസ്തവത്തിൽ പഴയ നിയമകാലത്ത് പുലർന്നിരുന്നത് എന്ന് നമുക്കറിയാം. അപ്പൊ എവിടെയാണ് രക്ഷകൻ ജനിക്കുക? തീർച്ചയായിട്ടും ഈ യേശു തമ്പുരാൻ അവതരിച്ച ആ ഒരു പുണ്യവേളയിൽ തന്നെ വിദ്വാൻമാർ അല്ലെങ്കിൽ മറ്റാളുകൾ അന്വേഷിക്കുന്നതും അവൻ എവിടെയായിരിക്കും ജനിക്കുക. അവൻ ജനിക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം വചനം നിവൃത്തിയാവുക തന്നെ വേണം. കാലങ്ങളായി അറിയിക്കപ്പെട്ടിരുന്ന ദൈവത്തിന്റെ വചനം സഫലമാകണം. അപ്പോൾ അങ്ങനെ സഫലമാകുമ്പോൾ എവിടെയാണ് അത് സംഭവിക്കുക? ഈ ഒരു ചോദ്യം എപ്പോഴും ഉണ്ടായിരുന്നു നമ്മുടെ അന്വേഷകന്മാർക്ക് എന്ന് നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് തന്നെ അറിയാൻ കഴിയും. അപ്പോ അതാണ് ഏറ്റവും പ്രത്യേകത. പഴയൊരു സംഭവം അനുസരിച്ച്, സാമ്പ്രദായിക സ്വഭാവം അനുസരിച്ച് രക്ഷകൻ പ്രഭുമന്ദിരത്തിൽ അല്ലെങ്കിൽ രാജകൊട്ടാരത്തിൽ ജനിക്കണം. നമ്മൾ പലപ്പോഴും എനിക്ക് ഈ പല രാജ എന്ന ശബ്ദം ചേർത്ത് വരുന്ന പല തിരുനാളുകളോടും എനിക്ക് വൈമുഖ്യമാണ്. വാസ്തവത്തിൽ അങ്ങനെ ഒരു അടയാളപ്പെടുത്തൽ യേശു തമ്പുരാനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ല, അല്ലെങ്കിൽ അതല്ല പ്രധാനം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. നിൽക്കട്ടെ. അപ്പൊ യേശു എവിടെയാണ് ജനിക്കുക? ഈ ഒരു ചോദ്യം, ആ ചോദ്യത്തിനുള്ള ഉത്തരം ഒടുവിൽ നൽകപ്പെടുന്നത് നമുക്കറിയാം. അവൻ ബേത്ലഹേമിൽ ജനിക്കാൻ പോകുന്നു. എങ്ങനെയാണ് ബേത്ലഹേമിൽ ജനിക്കാൻ ഇടയായ സാഹചര്യം എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം വേദപുസ്തകം അത് വളരെ വിശദമായി സുവിശേഷകന്മാരെല്ലാം ഭംഗിയായിട്ട് ചർച്ച ചെയ്തിരിക്കുന്നു. അവൻ എളിമയുടെ ഒരു ലോകത്താണ് ജനിക്കുക. അവൻ പാവപ്പെട്ടവന്റെ, അടിസ്ഥാന വർഗത്തിന്റെ അവരുടെ അപശ്യത പരിഹരിക്കാൻ, അവരുടെ കണ്ണുനീരൊപ്പാൻ ആണ് ദൈവം തിരുമനസ്സായി ഭൂമിയിൽ തന്റെ പുത്രനെ അവതരിക്കാൻ അനുവദിച്ചത് എങ്കിൽ അത് നിശ്ചയമായിട്ടും പാവപ്പെട്ട ആളുകളുടെ ഇടയിലായിരിക്കണം, അധ്വാനിക്കുന്നവരുടെ ഇടയിൽ ആയിരിക്കണം, അധസ്ഥിതരാക്കപ്പെട്ട ആളുകളുടെ ഇടയിലായിരിക്കണം അവൻ വന്ന് പിറക്കേണ്ടത്. അതൊരു നിയോഗമാണ്, അല്ലെങ്കിൽ നിയമത്തിന്റെ അനുസരണം എന്ന നിലക്ക് സംഭവിക്കുകയാണ്. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകാതെ തന്നെ പറയട്ടെ. യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് പേരെഴുതിക്കുക അല്ലെങ്കിൽ സെൻസസ് എടുക്കാൻ അവസരമുണ്ടായ ഘട്ടത്തിൽ ആണ് യെരുശലേമിലേക്ക്, അല്ലെങ്കിൽ യേശുവിന്റെ വളർത്തുപിതാവായ യോസഫിന്റെ പട്ടണമായ ബേത്ലഹേമിലേക്ക് അവർ യാത്ര ചെയ്യുകയാണ്. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. യോസഫിന്റെ ഭവനം അല്ലെങ്കിൽ അവന്റെ പട്ടണം എന്ന് അടയാളപ്പെടുത്തുന്നത് അപ്പത്തിന്റെ ഭവനം എന്ന് മറ്റൊരു തരത്തിൽ പറയുന്ന ബേത്ലഹേം ആണ്. ബേത്ലഹേമിലേക്ക് പോവുകയാണ്.
ബേത്ലഹേമും യെരുശലേമും തമ്മിൽ വളരെയധികം ദൂരമില്ല. ഏതാണ്ട് 7-8 കിലോമീറ്ററിനപ്പുറം ദൂരമില്ല. ഞാൻ അവിടെ പോയി കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുള്ള ഒരാൾ എന്ന നിലക്ക് ഞാൻ പറയുകയാണ്. അപ്പൊ അവിടേക്ക് പോവുകയാണ്. അപ്പൊ അവിടെ എത്തുമ്പോ എന്താ സംഭവിക്കുന്നേ? വലിയ തിരക്കാണ്. സെൻസസ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്ന യഹൂദ ജനത്തിന്റെ തിരക്ക് അനുഭവപ്പെടുക. അപ്പോ രാജകൊട്ടാരത്തിലോ ഒരു അതിഥി മന്ദിരത്തിലോ അല്ലെങ്കിൽ വിശേഷപ്പെട്ട മറ്റൊരു വാസസ്ഥാനത്തോ ഒന്നും മറിയത്തിനോ യൗസേപ്പിനോ അല്ലെങ്കിൽ ആ തിരുകുടുംബത്തിന് അഭയം ലഭിച്ചില്ല, താമസിക്കാനുള്ള സൗകര്യം ലഭിച്ചില്ല. ഒടുവിൽ നമ്മൾ അറിയുന്നു എന്താണ്, ഒരു പുൽത്തൊഴുത്തിൽ, അല്ലെങ്കിൽ യെരുശലേമിലൊക്കെ ചെല്ലുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ, അതും കൂടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. വീട്, നമ്മൾ സാധാരണ ഒരു ഭവനം, ഒരു കർഷക ഭവനം എന്ന് പറയുമ്പോൾ അവിടെ ആളുകൾ താമസിക്കുന്ന ഒരു ഭാഗം, അതിനോട് തൊട്ടു ചേർന്നാണ് ആടുമാടുകളെ പാർപ്പിച്ചിരിക്കുന്ന ആല എന്ന് പറയുന്നത്, തൊഴുത്ത് എന്ന് പറയുന്നത്. അത് ചേർന്ന് തന്നെയാണ്. നമ്മുടെ പഴയ നാട്ടിൻപുറത്തെ വീടുകളൊക്കെ പരിശോധിച്ചാലും ഇത് നമുക്ക് മനസ്സിലാവും. വീടിന്റെ ഒരു ഭാഗം നമ്മുടെ വളർത്തുമൃഗങ്ങളെ സൂക്ഷിച്ച് വളർത്താനുള്ള, സംരക്ഷിക്കാനുള്ള ഭാഗമാണ്. ഇതൊരു പ്രത്യേക ട്രഡീഷന്റെ ഭാഗമാണ്, പാരമ്പര്യത്തിന്റെ ഭാഗമാണ്, കാർഷിക സംസ്കൃതിയുടെ ഭാഗമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഭാഗത്ത്, ഒരു ഭവനത്തിൽ ഇടമില്ല, ഭവനത്തിന്റെ ഒരു ഭാഗത്ത് കാലികളെ സൂക്ഷിച്ചിരുന്ന ഒരു തൊഴുത്തിൽ അഭയം ലഭിക്കുകയാണ്. അവിടെ വെച്ചാണ് പെട്ടെന്ന് മറിയത്തിന് പ്രസവവേദന ഉണ്ടാകുന്നു, യേശുവിനെ പ്രസവിക്കുന്നു. അപ്പോ യേശുവിനെ തേടി വരുന്ന ആളുകൾ എവിടെയാണ്? രാജകൊട്ടാരത്തിലില്ല, പ്രഭു മന്ദിരങ്ങളിൽ അവനെ കണ്ടെത്താൻ സാധിക്കുകയില്ല. അവരോട് പറയുന്നത്, നിങ്ങൾ പോവുക, ബേത്ലഹേമിൽ ഒരു തൊഴുത്തിൽ പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞ് സൂക്ഷിച്ചിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്നാണ് പറയാം. അപ്പൊ അത് വളരെ സ്വർഗത്തിന്റെ ഒരു പദ്ധതി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ മഹത്തായിട്ടുള്ള ദൈവ പദ്ധതിയുടെ ഒരു ഭാഗമാണ്. അവൻ ഇന്ന സ്ഥലത്ത് ജനിക്കണം, അവൻ അധസ്ഥിതരെ ഉദ്ധരിക്കാനുള്ള ആളാണ്, പാവപ്പെട്ടവർക്ക് മോചനം നൽകാനുള്ള ആ ഒരു രക്ഷകൻ ഉയരങ്ങളിൽ നിന്ന് താഴേക്ക് നോക്കുകയല്ല, സാധാരണക്കാരായ ആളുകളുടെ ഇടയിൽ ഏറ്റവും വിനീതമായ എളിമയുള്ള ഒരു സ്ഥാനത്ത് ജനിക്കണം. ഞാൻ ചേർത്ത് വെച്ച് പറഞ്ഞുകൊള്ളട്ടെ, ഇത് അങ്ങനെ താരതമ്യപ്പെടുത്തുമ്പോൾ ആർക്കും എന്നോട് പ്രതിഷേധം തോന്നരുത്. ഞാൻ ഇങ്ങനെ താരതമ്യം ചെയ്യുമ്പോഴൊക്കെ ചിലപ്പോൾ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. കാരണം എല്ലാ മഹാന്മാരുടെ ജീവിതം എടുത്തു നോക്കുമ്പോൾ, ഞാൻ യേശുവിനെ ദൈവപുത്രൻ എന്നുള്ള നിലയിൽ തന്നെ കണ്ട് ആരാധിക്കുന്ന ആളാണ്, ഓക്കെ, തീർച്ചയായിട്ടും. പക്ഷേ മാനുഷികമായ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ വിശ്വാസത്തിന്റെ ബലമില്ലാത്ത ആളുകൾക്ക് പോലും യേശു തമ്പുരാൻ മഹാനാണ്, ആദരണീയനാണ്, അത്യുന്നതമായ മഹത്വത്തിന്റെ അടയാളം ഉൾക്കൊള്ളുന്ന സവിശേഷ പ്രഭാവവാനാണ് എന്നറിയാൻ അവർക്ക് പരിചയമുള്ള ചില വ്യക്തിത്വങ്ങളോട് താരതമ്യം ചെയ്ത് നോക്കുന്നത് കൊണ്ട് അപകടമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മുടെ പുരാണങ്ങളിൽ, ഭാരതീയ പുരാണങ്ങളിൽ അല്ലെങ്കിൽ ബൗദ്ധ സങ്കല്പങ്ങളിൽ ഒക്കെ സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഭഗവാൻ കൃഷ്ണൻ ഭൂമിയിൽ അവതരിക്കുന്നു, കൃഷ്ണ അവതാരം എന്ന് പറയാം. എന്തിനവിടെ പറഞ്ഞു വെച്ചാൽ ഞാൻ താരതമ്യത്തിന് വേണ്ടി പറയുകയാണ്. കൃഷ്ണൻ അവതരിക്കുന്നു എവിടെയാണ്? ദേവകിയുടെ 8ാമത്തെ പുത്രനായിട്ട് ജനിക്കുന്ന കൃഷ്ണൻ കംസനെ നിഗ്രഹിക്കും, ദുഷ്ടനായ രാജാവിനെ നിഗ്രഹിക്കും എന്നുള്ള ഒരു പ്രവചനമുണ്ട്. അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ദേവകിയെയും ഭർത്താവായ വസുദേവരെയും ജയിലിൽ പാർപ്പിക്കുകയാണ് കംസൻ ചെയ്യുന്നത്. അപ്പോ കൃഷ്ണൻ ജനിക്കുന്നത് ഇരുമ്പഴികൾക്കുള്ളിലാണ്, കാരാഗ്രഹത്തിലാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. കൃഷ്ണൻ നമ്മുടെ ഭാരതീയ പുരാണത്തിലെ ഏറ്റവും ചൈതന്യരൂപനായിരിക്കുന്ന ഭഗവാൻ ജനിക്കുന്നത് കാരാഗ്രഹത്തിലാണ്. അവിടെ നിന്ന് പിന്നെ മറ്റു കാര്യങ്ങൾ നമുക്കറിയാം. കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് രാത്രി കാരാഗൃഹത്തിന്റെ കവാടം തുറക്കപ്പെടുകയും ശിശുവിനെ അമ്പാടിയിൽ കൊണ്ടുപോയി യശോദയുടെ സമീപത്ത് താമസിപ്പിക്കുകയും ചെയ്ത കഥയൊക്കെയുണ്ട്. അവിടെ നിൽക്കട്ടെ, അതല്ല ഞാൻ പറയുന്നത്. കൃഷ്ണാവതാരം എന്ന് പറയുന്നത് കാരാഗൃഹത്തിന്റെ ഉള്ളിലാണ്. ശരി, ബുദ്ധൻ ഒരു കാലത്ത് മുഴുവൻ ത്രസിപ്പിച്ച മഹാവ്യക്തിത്വമായിട്ടുള്ള ഭഗവാൻ എന്ന് ഞാൻ പറയട്ടെ,
ശ്രീബുദ്ധൻ, സിദ്ധാർത്ഥകുമാരൻ തപസ് ചെയ്താണ് ബുദ്ധനായി തീരുന്നത്. കപിലവസ്തുവിൽ ശുദ്ധോദന മഹാരാജാവിന്റെ പുത്രനായിട്ട് ജനിച്ച ഈ ശിശു എവിടെയാണ് പിറക്കുന്നത്? ഞാൻ വിചാരിച്ചു രാജകൊട്ടാരത്തിലായിരിക്കും എന്നാണ് എൻ്റെ വിചാരം ഉണ്ടായിരുന്നത്. പക്ഷേ വീണ്ടും ശ്രദ്ധാപൂർവം വായിച്ച് പഠിച്ച സമയത്താണ് ഗ്രഹിക്കാൻ എനിക്ക് കഴിഞ്ഞത്, ബുദ്ധൻ ജനിച്ചത് വാസ്തവത്തിൽ കൊട്ടാരത്തിലല്ല, ഒരു കെട്ടിടത്തിലല്ല, മറിച്ച് ഭൂമിയിലാണ്. പ്രസവ വേദന അല്ലെങ്കിൽ പ്രസവ സമയമായപ്പോൾ, പ്രസവത്തിന് കാലമായപ്പോ ബുദ്ധന്റെ അമ്മ നേപ്പാൾകാരിയാണ്. അപ്പോ അവിടേക്ക് നയിക്കുക, അവരുടെ കാലത്തിന്റെ ഒരു ചിട്ടയായിരുന്നു. പ്രസവിക്കുന്നത് ആദ്യജാതന് ഒരു സ്ത്രീ ജീവൻ നൽകുന്നത് എപ്പോഴും തൻ്റെ ഭവനത്തിൽ വെച്ചാവണം, കൊട്ടാരത്തിൽ വെച്ചാവണം. അത് നിർവഹിക്കപ്പെടാൻ വേണ്ടി ഭഗവാൻ ബുദ്ധന്റെ അമ്മയെ പൂർണ്ണ ഗർഭിണിയായ അമ്മയെ സ്വന്തം രാജകൊട്ടാരത്തിലേക്ക് അയക്കുകയാണ്. അത് നേപ്പാളിലാണ്. അപ്പോൾ കപിലവസ്തുവിൽ നിന്ന് മഞ്ചലിൽ സഞ്ചരിച്ച് യാത്ര ചെയ്യുമ്പോഴാണ് ഒരു വഴിമധ്യേ വിശപ്പും ദാഹവും സഹിക്കവയ്യാതെ ഈ ദേവി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. വിശക്കുന്നു, ദാഹിക്കുന്നു, എന്തെങ്കിലും ആഹാരം കഴിക്കാൻ വേണം. നോക്കുമ്പോ ഒരു മാവ് ഫലം അണിഞ്ഞ് ചില്ലകൾ താഴേക്ക് ചാഞ്ഞ് വന്നുകൊണ്ട് നിൽക്കുകയാണ്, നിറഞ്ഞു നിൽക്കുകയാണ് ഫലങ്ങൾ. അപ്പോൾ ആഗ്രഹത്തോടു കൂടി അതിലൊന്ന് എത്തിപ്പിടിക്കാൻ വേണ്ടി മഞ്ചലിൽ നിന്ന് മഹാദേവി കൈ ഉയർത്തി. ആ സമയത്ത് ശിശു ഭൂമിയിൽ പിറന്നു വീണു എന്നാണ്. അപ്പൊ ബുദ്ധൻ അല്ലെങ്കിൽ സിദ്ധാർത്ഥൻ ജനിക്കുന്നത് പൂഴി മണ്ണിലാണ് എന്നാണ് പുരാണങ്ങളിൽ ഞാൻ വായിക്കുന്നത്, ഞാൻ പഠിച്ചിട്ടുള്ളത്. ഞാനിത് താരതമ്യം ചെയ്യുന്നു, തെറ്റിദ്ധരിക്കരുത്. മഹാത്മാക്കളുടെ ജനനം എപ്പോഴും ഏറ്റവും എളിമയുള്ള, ഒന്നിൽ കാരാഗ്രഹത്തിൽ, അല്ലെങ്കിൽ പൂഴി മണ്ണിൽ. ഇതും അല്ലെങ്കിൽ നമ്മൾ യേശുദമ്പുരാനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഉണ്ണിയേശുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ എടുത്ത് ആഹ്ലാദപൂർവം ആവേശപൂർവം പറയും പോലെ അത് ഒരു പുൽത്തൊഴുത്തിൽ ജനിക്കുകയാണ്. അവിടെ വെറും ശീലകൾ കൊണ്ട് പൊതിഞ്ഞ് ഈ കുട്ടിയെ കിടത്തിയിരിക്കുകയാണ്. സ്വർഗീയ ഗാനങ്ങൾ മുഴങ്ങുമ്പോൾ അതിനോട് അനുരണനമായി ഉയരുന്ന ശബ്ദം അവിടെ മേയുന്ന പശുക്കളുടെ ശബ്ദമാണ്. അതാണ് പ്രകൃതിയുടെ സംഗീതമായിട്ട് കേൾക്കാൻ സാധിക്കുന്നത്. അവിടെയാണ് ജനനം, ഞാൻ പറയാം. ആ സ്ഥാനത്താണ് ഇടയന്മാർ വന്നിക്കുന്നത്. കാരണം അവർക്ക് കിട്ടുന്ന സ്വർഗത്തിന്റെ അറിയിപ്പ് അനുസരിച്ച് മാലാഖമാർ വന്ന് യേശുദമ്പുരാനെ കാണുന്നു. വിദ്വാൻമാർ വരുന്നു, കിഴക്ക് നിന്ന് വരുന്ന 3 വിദ്വാൻമാർ. അതിലൊരാൾ പോയത് ഞങ്ങളുടെ പിറവത്തു നിന്നാണ് എന്നൊരു അഭിമാനം, അടയാളപ്പെടുത്തൽ ഉണ്ട് എന്നുള്ളത് വേറൊരു കാര്യം, അതവിടെ നിൽക്കട്ടെ. അപ്പൊ അവരൊക്കെ വന്ന് കാഴ്ചകൾ അർപ്പിക്കുകയാണ്, ശിശുവിനെ വന്ദിക്കുകയാണ് ചെയ്യുന്നത് എന്നർത്ഥം. അപ്പൊ ഇതെല്ലാം എളിമയുടെ ലോകത്ത് സംഭവിക്കുന്നു. എന്താ അതിന്റെ പ്രത്യേകത ഞാൻ എടുത്തു പറയാൻ കാരണം, യേശു തമ്പുരാൻ ജനിച്ചത് എളിമയുടെ പുൽത്തൊഴുത്തിൽ ആണ്. നമ്മളിപ്പോ പുൽത്തൊഴുത്ത് അല്ലെങ്കിൽ ഒരു പുൽക്കൂട് എന്ന് പറയുന്നത് വർഷത്തിലൊരിക്കൽ ക്രിസ്മസ് കാലത്ത് നിർമ്മിക്കും. പിന്നെ പുൽക്കൂടിന് നമ്മൾ മറക്കും. ഇപ്പോ നിർഭാഗ്യവശാൽ ഞാൻ എവിടെ നിന്നും പറയുന്നില്ല, ചില ദേവാലയങ്ങളിൽ ഇപ്പോ ഏറ്റവും ആധുനികമായ ലൈറ്റിംഗ് സംവിധാനത്തോടു കൂടി ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുകയാണ്. അവിടെ ട്രീയുമില്ല, അല്ലെങ്കിൽ മരമില്ല, ഇലയില്ല, പൂക്കളില്ല, പ്രകൃതിയുമായിട്ട് യാതൊരു ഇണക്കവും ഇല്ലാതെ ഇലക്ട്രിക് ബൾബുകൾ കൊണ്ട് മരമുണ്ടാക്കി ദേവാലയങ്ങളിൽ പോലും പ്രദർശിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോ ചിലയിടത്തൊക്കെ കാണാൻ കഴിയുന്നു എന്നുള്ളത് ദുഃഖത്തോടു കൂടി കാലത്തിന്റെ മാറ്റം സമ്മതിക്കുന്നു. എങ്കിലും അടയാളപ്പെടുത്തിയിരിക്കുന്നത് പറയാൻ എനിക്ക് തോന്നുകയാണ് ചെയ്യുന്നത്. അപ്പോ ഞാൻ ഇത്രയേ ഉള്ളൂ. എളിമയുടെ ഒരു പുൽത്തൊട്ടി, അവിടെ പാവപ്പെട്ട മനുഷ്യരോ അല്ലെങ്കിൽ മൃഗങ്ങളോ ഒക്കെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയത്താണ് സ്വർഗത്തിന്റെ ഒരു ഗാനം ഉണ്ടാകുന്നത്.
അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഇതാണ് ക്രിസ്മസിന്റെ സന്ദേശമായിട്ട് മുഴങ്ങുന്നത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഇതേ ഉള്ളൂ. ക്രിസ്മസ് ഒരു സമാധാനത്തിന്റെ ആഹ്വാനമാണ്, ദൈവസ്തുതിയാണ്, ഒപ്പം സമാധാനത്തിന്റെ ആഹ്വാനമാണ്. ഏറ്റവും പ്രസക്തമാണ് ഇത് എന്ന് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഈ കാലത്ത് ദൈവത്തെ സ്തുതിക്കുക തീർച്ചയായിട്ടും ആവശ്യമാണ്. ദൈവത്തെ സ്തുതിക്കണം, പക്ഷേ അതോടൊപ്പം സന്മനസ്സുള്ളവരായിരിക്കാനും നമുക്ക് സാധിക്കണം. നമ്മുടെ എല്ലാ ആടയാഭരണങ്ങളും അല്ലെങ്കിൽ മഹത്വത്തിന്റെ എല്ലാ അങ്കികളും വലിച്ച് എറിഞ്ഞിട്ട് എളിമയോടുകൂടി പാവപ്പെട്ടവരോട് തോള് ചേർന്നിട്ട് ഹൃദയം ചേർത്ത് പിടിച്ചിട്ട് എളിമയുള്ളവരായിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം എന്ന് ക്രിസ്മസ് ആഹ്വാനം ചെയ്യുകയാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. അപ്പൊ എന്താണ്? ക്രിസ്മസ് ഒരു സ്തുതിപ്പാണ്, അതോടൊപ്പം തന്നെ സമാധാനത്തിന്റെ ആഹ്വാനവും ആണ്. അസമാധാനം പുലരുന്ന ഒരു കാലത്ത് സമാധാനത്തിന്റെ ദിവ്യ ആത്മാവ് വസിച്ച് ഈ ഭൂമിയെ അനുഗ്രഹിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും റോമൻ ഭരണകൂടത്തിന്റെ പിടിയിൽ യഹൂദ ജനത അമർന്ന് ഞെരുങ്ങിയ ഒരു ഘട്ടത്തിലാണ്. ഒട്ടേറെ പീഡനങ്ങൾ ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട സമയത്താണ് ഒരു വിമോചകനായിട്ട് യേശു തമ്പുരാൻ ഈ ഭൂമിയിൽ അവതരിക്കുന്നത് എന്ന് നമുക്കറിയാം. ഒരു സമാധാനമാണ്, യുദ്ധമല്ല. യുദ്ധങ്ങളൊക്കെ അവസാനിക്കണം, എന്നിട്ട് സമാധാനം ഉണ്ടാകണം. പാപത്തിന്റെ പിടി അഴിഞ്ഞു പോകണം, എന്നിട്ട് നന്മയുടെ അല്ലെങ്കിൽ സത്യത്തിന്റെ ശബ്ദം ഉയർന്ന് വരണം. വളരെ ലളിതമാണ് സംഗതി. അവിടെ വലിയ അത്ഭുതം അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വയ്യാത്ത ഒരു കാര്യമില്ല. പല ആളുകളും ഈ ക്രിസ്മസിന്റെ ആന്തരികമായ സത്യത്തെ, രഹസ്യത്തെ ഒക്കെ അങ്ങ് വിശദീകരിച്ച് സാധാരണ ആൾക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ, അതൊക്കെ ഒരു വലിയ പണ്ഡിതന്മാരായ ആളുകൾ ചെയ്യുന്നതാണ്. ആയിക്കൊള്ളട്ടെ. പക്ഷേ ക്രിസ്മസിന് ഒരു പാണ്ഡിത്യ പ്രകടനത്തിന്റെയും ആവശ്യമില്ല എന്നാണ് എൻ്റെ പക്ഷം. അത് എളിമയുടെ സന്ദേശമാണ്. എന്ത്? ദൈവം മനുഷ്യനായി അവതരിച്ചു. എന്തിന്? ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം നൽകാൻ. നല്ല മനസ്സ് വേണം എന്നുള്ളതാണ്. എന്താ നല്ല മനസ്സ്? യേശു തമ്പുരാന്റെ ബാല്യം തൊട്ട്, ശൈശവം തൊട്ട് ജീവിതാന്ത്യം വരെയുള്ള ഓരോ സന്ദർഭവും എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ കൃത്യമായി നമുക്ക് ഈ സന്ദേശം എങ്ങനെ പൂർണ്ണതയിലെത്തുന്നു, വികാസം പ്രാപിക്കുന്നു എന്നുള്ളത് കണ്ടെത്താൻ കഴിയും, വെളിപ്പെടുത്താൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ ശരിക്കു പറഞ്ഞാൽ ക്രിസ്മസ് യേശുവിന്റെ ജനനത്തിൽ ആരംഭിക്കുന്നു, അത് നമുക്കറിയാം. ജനന തിരുനാൾ, പിറവി തിരുനാൾ. അത് കഴിഞ്ഞ് അവിടുന്ന് സഞ്ചരിച്ച വഴികളിലൂടെ യാത്ര ചെയ്യുകയും ഒടുവിൽ അവിടുന്ന് വഹിച്ച കുരിശ് ശീമോനെ പോലെ താങ്ങുകയും ചെയ്ത് ആ കുരിശിന്റെ സത്യത്തിൽ നമ്മൾ പങ്കുചേരുകയും ആ ത്യാഗത്തിന് അവകാശികളായിട്ട് മാറുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ക്രിസ്മസ് പാട്ടൊക്കെ പാടുന്നു, കൊള്ളാം. മധുരം പങ്കുവെക്കുന്നു, നല്ലത്, ഒക്കെ ശരി. അവിടെ അവസാനിക്കുന്നില്ല. അതൊരു ആനന്ദകരമായ പിറവിയുടെ അടയാളമാണ്. അവിടെ നിന്ന് തമ്പുരാൻ സഞ്ചരിച്ച വഴികൾ, ആ വഴികളിൽ അനാഥരായി ദുഃഖിതരായി കഴിഞ്ഞിരുന്ന മനുഷ്യർ, അവർക്കൊക്കെ ആശ്വാസം പകർന്ന്, അവർക്കൊക്കെ രക്ഷ നൽകി, അവരെ മുൻപോട്ട് നയിച്ച് അവർക്ക് സുരക്ഷിതത്വം നൽകി, പാപികൾ മോചിപ്പിച്ചു, ബന്ധിതർക്ക് വിടുതൽ നൽകി, രോഗികൾക്ക് ആശ്വാസം പകർന്നു, മരിച്ചവരെ ഉയർപ്പിച്ചു. ഈ തലങ്ങളിലൂടെ ഒക്കെ സഞ്ചരിച്ച് ഒടുവിൽ എന്താണ്? ലോകത്തിന്റെ സകല പാപത്തിനും പരിഹാരമായിട്ട് സ്വയം ബലി അർപ്പിക്കുകയാണ്. അത് ഏറ്റവും പ്രധാനമല്ലേ? എനിക്ക് തോന്നുന്നു ഞാൻ യേശു തമ്പുരാനെ കാണുന്ന ഏറ്റവും ഒത്തിരി മനോഹരമായ കാര്യങ്ങളുണ്ട് എന്നല്ല, ഓരോന്നും എടുത്തു പറയുകയല്ല, എങ്കിലും എൻ്റെ ഹൃദയത്തെ വല്ലാതെ ചലിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിഷ്കളങ്കനായിരിക്കെ കളങ്കം സ്പർശിക്കാത്ത ഒരു ജീവിതം നയിച്ച് ഒടുവിൽ ഈ ലോകത്തിന്റെ മുഴുവൻ കളങ്കവും, ഈ ലോകത്തിന്റെ മുഴുവൻ പാപവും, അതിന്റെ ഭാരമുള്ള കുരിശ് സ്വന്തം ചുമലിൽ വഹിച്ച് കാൽവരിയിലേക്ക് യാത്ര ചെയ്യുകയാണ്. അതും ഏറെ പ്രധാനമാണ്, അല്ലേ? സ്വന്തം കുരിശ്, തന്നെ ക്രൂശിക്കാനുള്ള, കുരിശിലേറ്റാനുള്ള ആ വസ്തു,
അത് സ്വയം ചുമന്ന് കാൽവരിയിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ചിട്ട് അതിൽ ജീവിതം അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ആദ്യത്തെ യാത്ര, വിദേശ യാത്ര, കുറെ അധികം ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. പോകാത്ത ഒരേ ഒരു സ്ഥലം നിങ്ങളുടെ ഓസ്ട്രേലിയ മാത്രമാണ് എന്നുള്ളത് ഞാൻ സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുന്നു. ഇരിക്കട്ടെ, ആദ്യം പോയത് വിശുദ്ധ നാടാണ്. വിശുദ്ധ നാടുകളിലേക്കായിരുന്നു എൻ്റെ ആദ്യത്തെ യാത്ര. എന്നോട് നാളിൽ ചോദിച്ചു, ഈ പണമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അമേരിക്ക കാണാൻ വയ്യേ, പിന്നെ എന്തിനാണ് ഈ ജെറുസലേമിലേക്ക് അല്ലെങ്കിൽ വിശുദ്ധ നാടുകളിലേക്ക് യാത്ര ചെയ്യുന്നത് എന്ന് എന്നോട് ചോദിക്കുകയുണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞു, അമേരിക്ക എൻ്റെ സ്വർഗമല്ല. എൻ്റെ സ്വർഗം അമേരിക്കയല്ല, മറിച്ച് സ്വർഗതുല്യമായി ഞാൻ കാണുന്ന, സ്വർഗാനുഭവം സ്വന്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന, എൻ്റെ അനുഭവങ്ങൾ നവീകരിച്ചുകൊണ്ട് ജീവിതം സമർപ്പിച്ചുകൊണ്ട് എൻ്റെ ജീവിതം പൂർത്തിയാക്കുക എന്ന് പറയുന്ന ആ ഒരു അനുഭവമുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരു ജീവിതമുണ്ട്. ആ ജീവിതം നമ്മൾ സഫലമാക്കുകയും ചെയ്യണം. അങ്ങനെ സഫലമാകണം എങ്കിൽ അത് തമ്പുരാന്റെ കുരിശിനോട് ചേർന്ന് നിന്നുകൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന ദൈവികമായ ഒരു പ്രചോദനം, ഒരടയാളം എൻ്റെ ജീവിതത്തിലുണ്ട് എന്ന് ഞാൻ വിനീതമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എൻ്റെ വിദേശ യാത്ര ആദ്യം പറഞ്ഞല്ലോ, യെരുശലേമിൽ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഇസ്രായേലിൽ ചെല്ലുമ്പോൾ അത് ആരംഭിക്കുന്നത് ബേത്ലഹേമിൽ നിന്നാണ്. എന്നിട്ട് യേശു തമ്പുരാൻ യാത്ര ചെയ്ത വഴികളിലൂടെ എല്ലാം കൃത്യമായി യാത്ര ചെയ്യാനുള്ള ഒരു നിയോഗം, ഒരു നിഷ്ഠ ഞാൻ പുലർത്തി ഒടുവിൽ കാൽവരിയിൽ അത് സമാപിക്കുന്ന ആ ഒരു ഘട്ടം വരെ എത്തുകയാണ്. എന്നിട്ട് തമ്പുരാൻ സഹിച്ച പീഡകളെ കുറിച്ച് ധ്യാനിക്കുക, ആ പീഡാനുഭവത്തിൽ പങ്കുചേരുക, ഒടുവിൽ ആ ഉയർപ്പിന്റെ ആനന്ദം അനുഭവിക്കുക. അത് ചെയ്യുക എന്നുള്ളത് ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിന്റെ അനുയായി എന്നുള്ള നിലക്ക് എൻ്റെ കടമ എന്ന് കരുതിയിട്ട്, എൻ്റെ ധർമ്മം, എൻ്റെ സത്യം എന്ന് കരുതിയിട്ട് അങ്ങനെ പോവുകയാണ് ചെയ്തത് എന്ന് ഞാൻ പറയട്ടെ. അപ്പോ ഞാൻ പറഞ്ഞത്, എളിമയുടെ ഒരു പുൽക്കുടിലിൽ തിരുവവതാരം സംഭവിക്കുന്നു. ഏറ്റവും നിസ്സാരമായ ഒരു ജനനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആർഭാടങ്ങളില്ലാത്ത, മോടികളില്ലാത്ത ഒരു ജനനമാണ്, ഒരു ജനന തിരുനാളാണ്. ഇപ്പൊ ഇത് പറയുമ്പോൾ നമ്മളിപ്പോ ഒത്തിരി മാറി കേട്ടോ, ഒത്തിരി മാറി. നമ്മുടെ ദേവാലയ സങ്കല്പം മാറി, നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ മാറി, നമ്മുടെ എല്ലാ ആഘോഷങ്ങൾക്കും, ആഘോഷമല്ല ഇത്, വാസ്തവത്തിൽ ആചരണങ്ങളാണ്. ആഘോഷിക്കാനുള്ളതല്ല, ആചരിക്കാനുള്ളതാണ്, അതിൽ നിന്ന് ശക്തി ആർജിക്കാനുള്ളതാണ്. അങ്ങനെയുള്ള ആ സത്യാന്വേഷണത്തിന്റെ ത്വരയൊക്കെ പോയിട്ട് ബാഹ്യമായ ആഡംബര പൂർണമായ ആഘോഷങ്ങളിൽ ലയിച്ച് സത്യത്തിൽ നിന്ന് നമ്മൾ അകലെ മാറുകയാണ് ചെയ്യുന്നത് എന്ന് ഞാൻ ഭയക്കുന്നു. വളരെ അപകടകരമാണ് എന്നുള്ള ഒരു തോന്നലും ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. അപ്പോൾ എന്തിനാണ് ഇത്? ക്രിസ്തു എന്തിനാണ് ഭൂമിയിൽ അവതരിച്ചത്? എന്തിനാണ് തിരുവെഴുത്തുകൾ ഇങ്ങനെ ഒരു രക്ഷകനെ കുറിച്ച് ജനങ്ങളെ പ്രബോധിപ്പിച്ചത്? എന്തിനാണ് അവൻ ഈ ഭൂമിയിൽ അവതരിച്ചത്? ചോദ്യമല്ലേ, ഉത്തരം കണ്ടെത്തണ്ടേ നമ്മൾ? അത് ആദ്യം പറഞ്ഞതുപോലെ, പാപികൾക്ക് പൊറുതി, ദുഃഖിതർക്ക് ആശ്വാസം, മരിച്ചവർക്ക് ജീവൻ, ഇത് നൽകാൻ വേണ്ടിയിട്ടാണ്. ഇത് നൽകുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പൊ നമ്മൾ ക്രിസ്തുവിന്റെ അനുയായികൾ എന്ന് ഭാവിക്കുന്നുണ്ട് എങ്കിൽ, ആ തിരുമരണം സംഭവിച്ച വിശുദ്ധ കുരിശ് ആഡംബരമായി ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ, മരം മനുഷ്യനോട് ചോദിച്ചൊരു ചോദ്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർക്കാറുണ്ട്. മരം മനുഷ്യനോട് ചോദിച്ചൊരു ചോദ്യം, എന്താ ചോദ്യം? സാങ്കല്പിക കഥയാണ്. മരം മനുഷ്യനോട് ചോദിച്ചു, അല്ലയോ മനുഷ്യ, എന്നിൽ നിന്ന് തടി ഒരു കുരിശുണ്ടാക്കി നിങ്ങൾ കഴുത്തിൽ അണിയുന്നു, പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾ ഒരു ക്രിസ്തുവാകാൻ ശ്രമിക്കുന്നില്ല? ക്രിസ്തുവിന്റെ ആ ഒരു ത്യാഗത്തിൽ പങ്കുചേരുവാൻ എന്തുകൊണ്ട് നിങ്ങൾ ശ്രമിക്കുന്നില്ല? നിങ്ങൾക്ക് കഴിയുന്നില്ല എന്ന് മരം മനുഷ്യനോട് ചോദിച്ചൊരു ചോദ്യം ഏതോ ഭാവനാശാലി സങ്കല്പിച്ച് അവതരിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പോ ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ യേശുവിന്റെ പിറവി തിരുനാൾ വളരെ ആഘോഷപൂർവ്വം നടക്കട്ടെ, കുഴപ്പമില്ല. പക്ഷെ അതിന്റെ സത്ത എന്താണ്? സത്യം എന്താണ്? എന്താണ് പുൽക്കൂട്ടിലെ ഉണ്ണി ഈശോ നമുക്ക് തരുന്ന സന്ദേശം? ഇതാ, ഭൂമിയിലേക്ക് ദൈവം വന്നിരിക്കുന്നു, പാപികൾക്ക് ആശ്വാസം, ദുഃഖിതരുടെ വേദന അകറ്റാൻ, രോഗികൾക്ക് സുഖം പകരാൻ,
പാപത്തിൽ മരിച്ചവരെ ഉയർപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. അവിടുന്ന് അത് എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചൊരു കാര്യമാണ്. പ്രത്യേകിച്ചും എൻ്റെ ജീവിതത്തിൽ ഏറെക്കാലം സാക്ഷരതാ രംഗത്തും അതുപോലെ ലിംഗസമത്വത്തിന് വേണ്ടിയും ഒക്കെ പ്രവർത്തിക്കാൻ ഇടവന്നത് കൊണ്ട് ഞാൻ ഓർക്കുന്നു, യേശുവിന്റെ ശിഷ്യഗണത്തിൽ ധാരാളം സ്ത്രീകളുണ്ടായിരുന്നു. യേശു പോകുന്ന ഇടങ്ങളിലൊക്കെ അവനെ പരിചരിക്കാൻ സ്ത്രീകളുണ്ടായിരുന്നു. മേരി മഗ്ദലന മറിയം ഉണ്ടായിരുന്നു. ലാസറിന്റെ സഹോദരിയായ മാർത്തയും മറിയവും ഉണ്ടായിരുന്നു. പരിശുദ്ധ കന്യകമറിയം ദൈവമാതാവ് ഒപ്പം ഉണ്ടായിരുന്നു. പിന്നെ സബദിപുത്രന്മാരുടെ അമ്മ ഉണ്ടായിരുന്നു. ഒത്തിരി സ്ത്രീകൾ. എന്താ? അപ്പൊ പൊതുജീവിതത്തിലേക്ക് സ്ത്രീകൾക്ക് ഇറങ്ങി നിന്ന് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ അത് നമ്മുടെ ജീവിതത്തിന്റെ ഭദ്രതയ്ക്കും പുരോഗതിക്കും ആവശ്യമാണ് എന്നുള്ള ആ ഒരു വെളിപ്പെടുത്തൽ, ആ ഒരു ആഹ്വാനം, അല്ലെങ്കിൽ ആ ഒരു പാഠം അനുഭവവേദ്യമാക്കി കൊടുക്കുന്നതിനാണ് തമ്പുരാൻ ശ്രമിച്ചിരുന്നത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോ സ്ത്രീകൾക്ക് പുരോഗതി, കുട്ടികൾക്ക് സംരക്ഷണം. ഇപ്പൊ നമ്മള് പുതിയ കാലത്ത് നിന്നിട്ട് ചൈൽഡ് വെൽഫെയറിനെ കുറിച്ച് പറയുന്നുണ്ട്. കുട്ടികളുടെ സംരക്ഷണത്തെക്കുറിച്ചും അത് സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ വായ് തോരാതെ സംസാരിക്കുന്നുണ്ട്. എല്ലാം വിശിഷ്ടമായ മാതൃക തമ്പുരാൻ നിൽക്കാണ്. ശിശുക്കളെ എൻ്റെ അടുക്കൽ വിടുവിൻ, അവരെ തടയരുത് എന്ന് എല്ലാ മുതിർന്നവരോടും കൈ ചൂണ്ടി പറയുകയാണ് തമ്പുരാൻ ചെയ്യുന്നത്. ശിശുക്കളെ എൻ്റെ അടുക്കൽ വിടുവിൻ എന്നാണ്. അതുപോലെ ജാതീയമായ അകലം പാലിച്ചുകൊണ്ട് ഉച്ചനീചത്വം പുലർത്തിക്കൊണ്ട് പാവപ്പെട്ട ആളുകളെ ദൂരെ മാറ്റി നിർത്തരുത്, മറിച്ച് അവർക്ക് എൻ്റെ ഭവനത്തിൽ സ്ഥാനമുണ്ട്. ദരിദ്രരെ അകറ്റരുത്, ധനവാന്റെ സ്വർണ്ണ നാണയത്തെക്കാൾ വിധവയുടെ ചില്ലിക്കാശിന് വില കൽപ്പിക്കുക എന്ന് പറയുന്ന അവസ്ഥാവിശേഷം. ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. ഇത് ചെറിയ കാര്യങ്ങളാണോ? ഇതൊക്കെ എന്താ ലോകത്തെ പഠിപ്പിക്കുന്നത്? അതുപോലെ യുദ്ധമല്ല വേണ്ടത്, സമാധാനമാണ്. പോരിഞ്ഞ യുദ്ധങ്ങൾ അരങ്ങേറുന്നു, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്തുവിന്റെ പേര് തന്നെ എത്ര യുദ്ധങ്ങളാണ് നമ്മൾ നടത്തിയത്. കുരിശു യുദ്ധങ്ങൾ നമ്മൾ ധാരാളം നടത്തിയിട്ടുണ്ട്. ആ കാലം കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഇപ്പോഴും സിറിയയിലും ഡമാസ്കസിലും ഒക്കെ നടത്തുന്ന കലാപങ്ങൾ എന്ന് പറയുന്നത് വളരെ വലിയ കലാപങ്ങൾ നടക്കുകയാണ്, അല്ലേ? യുക്രൈനിൽ നടന്ന, ഗാസയിൽ നടക്കുന്ന ഇതെല്ലാം ഇതിനും ക്രിസ്തുവിന്റെ അനുയായികൾ ഉത്തരവാദികളാണോ എന്ന് ചോദിച്ചാൽ, ക്രിസ്തു ജനിച്ചത് ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയിട്ടല്ലല്ലോ. സർവ്വ മനുഷ്യർക്കും സംഭവിക്കാനിരിക്കുന്ന വലിയ സന്തോഷത്തിന്റെ വർത്തമാനം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്നാണല്ലോ സ്വർഗത്തിന്റെ അറിയിപ്പ്. സർവ്വ മനുഷ്യർക്കും സംഭവിക്കാനിരിക്കുന്ന വലിയ സന്തോഷത്തിന്റെ വർത്തമാനമാണ്. അപ്പൊ ഏതെങ്കിലും ഒരു ജനവിഭാഗം ക്രിസ്തുവിൽ നിന്ന് അകന്ന് ഇന്ന് ജീവിക്കുന്നു എങ്കിൽ, ക്രിസ്തുവിന്റെ സന്ദേശം ഉൾക്കൊള്ളാൻ വിസമ്മതിക്കുന്നു എങ്കിൽ, അത് അവർക്ക് നൽകപ്പെടുന്നില്ല എങ്കിൽ, അതിന് ഉത്തരവാദികൾ ക്രിസ്ത്യാനികൾ എന്ന് ഭാവിച്ച് വലിയ ആഘോഷങ്ങൾ പൂർവ്വം ജീവിതം നയിച്ച് നടക്കുന്ന ആളുകൾ നമ്മളൊക്കെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ ദേവാലയങ്ങളും നമ്മുടെ ഭക്തിയഭ്യാസങ്ങളും ഒക്കെ ക്രിസ്തുവിനെ കൂടുതൽ അറിയിക്കുന്നില്ല എങ്കിൽ, കൂടുതൽ ആ മഹത്വം മറ്റുള്ളവരിൽ എത്തിക്കുന്നതിന് സഹായിക്കുന്നില്ല എങ്കിൽ, ആരാ ഉത്തരവാദികൾ? 2000 വർഷം കഴിഞ്ഞിട്ടും യേശുവിനെ വേണ്ടത്ര ശക്തമായ വിധത്തിൽ ജനങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ, ആ സന്തോഷത്തിൽ പങ്കാളികളാകാൻ കഴിയുന്നില്ല എങ്കിൽ, ഇല്ലേ? ഇപ്പോഴും പരദേശികൾ, പരിത്യക്തർ, അടിമകൾ ഒക്കെ, അനാഥരായി ജീവിക്കുന്ന സാധാരണ മനുഷ്യരൊക്കെ ഉണ്ട് എങ്കിൽ അതിന് പരിഹാരം കാണാനുള്ള ഉത്തരവാദിത്വം തീർച്ചയായിട്ടും നമുക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇക്കാര്യത്തിൽ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ നടത്തുന്ന ചില ഇടപെടലുകൾ എത്ര സ്വാഗതാർഹമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അസമാധാനമുള്ള സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ ശബ്ദം ഒരു ദൈവപുരുഷന്റെ ശബ്ദമായി എത്തിപ്പെടുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായ, അഭിമാനകരമായ ഒരു കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഞാൻ ഈ ഇങ്ങനെ പ്രസംഗിച്ചു നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ ക്രിസ്മസിന്റെ വർത്തമാനകാല പ്രസക്തി എന്താണ്? നമുക്കൊരു ജീവിക്കുന്ന ക്രിസ്തു വേണം. നമുക്ക് ജനിച്ചു, കുറെ കാലം ജീവിച്ചു, 33 വർഷം മരിച്ചു, അടക്കപ്പെട്ടു, കല്ലറയിൽ സംസ്കരിച്ചു. ആ ക്രിസ്തു അല്ല നമ്മുടെ ക്രിസ്തു. മറിച്ച് ഈ ഭൂമിയിൽ ജനിച്ച് നമ്മോടൊപ്പം ജീവിച്ച് മനുഷ്യർക്ക് നന്മ ചെയ്ത് അടിമകളെ മോചിപ്പിച്ച് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകി ശിശുക്കളെ ഓമനിച്ച് രോഗികളെ ശുശ്രൂഷിച്ച് കഴിഞ്ഞിരുന്ന ആ തമ്പുരാനാണ് നമ്മുടെ തമ്പുരാൻ. സമാധാന ദൂതനാണ്, അല്ലെങ്കിൽ ലോകത്തിന് മുഴുവൻ സമാധാനം ആശംസിച്ച ആളാണ്.
പാപത്തിൽ മരിച്ചവരെ ജീവനിലേക്ക് ഉയർപ്പിക്കുകയും തന്റെ പിതാവിന്റെ ഭവനത്തിന് അവകാശികളാക്കി മാറ്റുകയും ചെയ്ത മഹാത്മാവാണ് യേശു തമ്പുരാൻ എന്നുള്ള ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവണം. ആ ജീവിതം ജീവിക്കണം. ആ സ്വർഗത്തിലേക്കുള്ള യാത്ര തുടരാൻ നമുക്ക് സാധിക്കണം. അത് സാധിക്കുന്നില്ല എങ്കിൽ വളരെ വിനയപൂർവ്വം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, നാം എവിടെയോ കാലിടറി വീണിരിക്കുന്നു. നമുക്ക് അപകടങ്ങൾ സംഭവിക്കുന്നു. നമുക്ക് സത്യത്തിന്റെ വഴിയെ സഞ്ചരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതിന്റെ അപകടകരമായ സൂചനകൾ ഉണ്ട് എന്ന് ഞാൻ പറയുകയാണ്. അപ്പോ യേശു സമാധാനത്തിന്റെ സന്ദേശമാണ് നമുക്ക് നൽകുക. ക്രിസ്മസ് ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഈ കാലത്ത് ഏറ്റവും ആവശ്യമുള്ള മഹത്തായിട്ടുള്ള ദ മോസ്റ്റ് റെലവെന്റ് എന്ന് നമുക്ക് പറയാവുന്ന സന്ദേശം സമാധാനത്തിന്റെ സന്ദേശമാണ്. പീസ്, ശാന്തി, സമാധാനം വേണം. സ്നേഹം വേണം. പരസ്പര സ്നേഹം വേണം. സ്നേഹിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ദൈവത്തെ ഇത് വിശ്വസിക്കുക, മനുഷ്യനെ സ്നേഹിക്കുക. അതിന് കഴിയുന്നില്ല എങ്കിൽ നാം ആചരിക്കുന്ന ക്രിസ്തുമസ് അയഥാർത്ഥമാണ്. അത് നമ്മെ ഒരു തരത്തിലും മുന്നോട്ട് നയിക്കുന്നില്ല, പുരോഗമിപ്പിക്കുന്നില്ല എന്ന് പറയുന്നതിന് മടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് എൻ്റെ പക്ഷം. അപ്പൊ നമ്മുടെ ദേവാലയങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ അനുഷ്ഠാനങ്ങൾ, വിശ്വാസ ആചാരങ്ങൾ ഒക്കെ തന്നെയും നന്മയുടെ ഭാഷ സംസാരിക്കുന്ന, അവസരെ ചേർത്ത് പിടിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. നമ്മൾ ഓരോരുത്തരുടെ ക്രിസ്തു ആവുക എന്നുള്ളതാണ്. അപ്പൊ ക്രിസ്മസ് എന്ന് പറയുന്നത് ഡിസംബർ 25 രാത്രി ആരംഭിച്ച് പുലർകാലത്ത് ഒരു കരോൾ ഗാനം പാടി മധുരം പങ്കുവെച്ച് അല്ലെങ്കിൽ ഒരു നല്ല സദ്യ ഒരുക്കി അവസാനിപ്പിക്കേണ്ട ഒന്നല്ല എന്നും, മറിച്ച് ജീവിക്കുന്ന ഒരു ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ടുള്ള യാത്ര ഈ ഭൂമിയിൽ അവിരാമം തുടരാൻ ഉള്ള ഒരു ആഹ്വാനമാണ്. ദൈവത്തിന്റെ അനുഗ്രഹം പേറുന്ന ഒരു ജനത എന്നുള്ള നിലക്ക് നമ്മുടെ കടമ എന്ന് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു കാര്യം അത്. രണ്ടാമത്തത് നിശ്ചയമായും വളരെ പ്രത്യേകമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ക്രിസ്ത്യാനികളുടേത് മാത്രമല്ല, അല്ലെങ്കിൽ മാമോദിസ സ്വീകരിച്ച ആളുകളുടേത് മാത്രമല്ല ക്രിസ്തു എന്ന് പറയുന്നത്. നമ്മൾ മാത്രമല്ല, നമ്മുടെ സ്വകാര്യ സ്വത്തൊന്നുമല്ല. യേശു ക്രിസ്തു എന്ന് പറയുന്നത് നമ്മുടെ ഒരു പേഴ്സണൽ പ്രോപ്പർട്ടി, സ്വകാര്യ സ്വത്തല്ല. മറിച്ച് ദേവാലയത്തിൽ അംഗങ്ങളാവുകയോ അല്ലെങ്കിൽ സഭയിൽ അംഗങ്ങളാവുകയോ അല്ലെങ്കിൽ പല കാരണങ്ങളാൽ അതിന് അവസരം ലഭിക്കാതെ പോവുകയും ചെയ്തിട്ടുള്ള എല്ലാ നല്ല മനുഷ്യർക്കും ക്രിസ്തുവിൻ്റെ ആ ഒരു ദൈവികതയിൽ പങ്കുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാളി ക്ഷേത്രത്തിലെ പൂജാരി മദർ തെരേസയുടെ മരിച്ച സമയത്ത് മദർ ഈ ആളെ എങ്ങനെ സംസ്കരിക്കും എന്നറിയാൻ വേണ്ടി അവിടുത്തെ ജനങ്ങൾ ആകാംക്ഷയോടുകൂടി കാത്തു നിന്നു. അപ്പൊ മദർ എന്ന് വെച്ചാൽ ക്രിസ്തീയ മതാചാര പ്രകാരം സംസ്കരിക്കുമെന്നാണ് എല്ലാവരും. അങ്ങനെയാണെങ്കിൽ മദറിനെ ഒന്ന് വിസ്തരിച്ച് കളയാം എന്ന് വിചാരിച്ചപ്പോ മദർ പറഞ്ഞ എന്താണെന്നറിയാമോ? എനിക്കറിയാവുന്ന പ്രാർത്ഥനകൾ ചെല്ലാൻ പോകുന്നു ഈ ആത്മാവിന് നന്മ ചെയ്യുന്നതിന് വേണ്ടി. അതുപോലെ എനിക്കറിയാവുന്ന പ്രാർത്ഥന ചൊല്ലുന്നു, നിങ്ങളും നിങ്ങൾക്കറിയാവുന്ന പ്രാർത്ഥന ചൊല്ലുക. ഇതിലേതാണ് ദൈവത്തിന് പ്രീതികരമാകുന്നത് എന്ന് അന്തിമമായിട്ട് നമ്മൾ വിശകലനം ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയാൻ ഉള്ള ധൈര്യം കാണിച്ച ആളാണ് മദർ തെരേസ. അതുകൊണ്ട് യേശു തമ്പുരാൻ അവതരിച്ചത്, ആ സന്ദേശം നൽകപ്പെട്ടത് സമസ്ത ലോകത്തിനും വേണ്ടിയാണ്, എല്ലാ മനുഷ്യരാശിക്കും വേണ്ടിയാണ്, വരാനിരിക്കുന്ന ജനതയ്ക്ക് വേണ്ടിയാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി യേശുവിനെ ഒരു സ്വകാര്യ സ്വത്തായിട്ട് പരിമിതപ്പെടുത്താതെ എല്ലാവർക്കും വേണ്ടി കൊടുക്കുക. എല്ലാവർക്കും കൊടുക്കുക. വാങ്ങുന്നതിനേക്കാൾ നല്ലത് കൊടുക്കുന്നതാണ്. നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സന്തോഷം, മികച്ച സമ്മാനം എന്ന് പറയുന്നത് യേശുവിൻ്റെ സ്നേഹമാണ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ള ബോധ്യത്തോടു കൂടി ജീവിക്കാനും അത് മറ്റുള്ളവർക്ക് സമ്മാനിക്കാനും നമുക്ക് കഴിയണം. അത്തരമൊരു ദൃഢനിശ്ചയം ഈ വർത്തമാനകാലത്ത് നാം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ സന്ദേശം ഉൾക്കൊള്ളുമ്പോൾ നമ്മൾ പുലർത്തേണ്ടതുണ്ട് എന്ന് വൈകാരികതയോടുകൂടി കുറച്ചൊരു ഇമോഷണലായിട്ട് പറഞ്ഞു പോയി എനിക്ക് തോന്നുന്നു, പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്കിങ്ങനെ അവസരം തന്ന മെൽബോണിലെ പ്രിയപ്പെട്ടവർക്ക് നന്ദിയുണ്ട്. റിക്കണക്ഷനോട് ഞാൻ അതിയായി എൻ്റെ നന്ദി അറിയിക്കുന്നു. ഇനിയും കൂടുതൽ അവസരങ്ങളിൽ നമുക്ക് കണ്ടുമുട്ടുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
ജന്മതിരുനാളിന്റെ നന്മകൾ, ജീവിക്കുന്ന ക്രിസ്തുവിന്റെ അനുഭവം എല്ലാവർക്കും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിനയപൂർവ്വം ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. താങ്ക് യു ജോർജ് സർ, താങ്ക് യു സോ മച്ച്. നല്ല മെസ്സേജ് ആയിരുന്നു. ഞാനത് കുറച്ച് സംഗ്രഹിക്കാൻ ശ്രമിച്ചു, പക്ഷെങ്കിൽ ഇറ്റ്സ് ടു വൈഡ്. എളിമയുടെയും സന്മനസ്സിന്റെയും അതിലൂടെ ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയും ചെയ്യുന്ന ഒരു ജീവിതം നമുക്കുണ്ടാവട്ടെ. അതുപോലെ തന്നെ മോഡേൺ ലൈഫിൽ യു ഹാവ് ടു ക്യാരി ക്രൈസ്റ്റ്, നോട്ട് ജസ്റ്റ് സെലിബ്രേറ്റ് ആൻഡ് ലീവ് ഇറ്റ് ദേർ ആൻഡ് ബി ഓപ്പൺ. നോ ദാറ്റ് ഇറ്റ്സ് ഓപ്പൺ ഫോർ അതേഴ്സ് ആസ് വെൽ, നോട്ട് ജസ്റ്റ് ഫോർ us. ഞാൻ അങ്ങനെയാണ് എൻ്റെ ഒരു സമ്മറി കണ്ടത്. ബട്ട് എനിവേസ്, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ടോക്ക് സർ. താങ്ക് യു സോ മച്ച്. ഞാൻ ഈ പ്രോഗ്രാമിന്റെ അവസാനത്തെ ഒരു ഭാഗം എന്ന നിലയിൽ നമുക്കൊരു നന്ദി പറയുവാനായിട്ട് നമ്മുടെ മെൽബൺ മദേഴ്സ് ഫോറത്തിന്റെ സെക്രട്ടറി ഐറിൻ ജോമിനെ ഞാൻ ക്ഷണിക്കുകയാണ്. ഐറിൻ ഇവിടെ ഉണ്ടെങ്കിൽ ക്യാമറയിൽ വരാമെങ്കിൽ നല്ലതായിരുന്നു. ക്യാമറയിൽ വന്നിട്ടുണ്ട്, ഞാൻ ഇവിടെ ഉണ്ട്. ഷോ. ബഹുമാനപ്പെട്ട ഡോക്ടർ ജോർജ് ഓണക്കൂർ സാർ, ഫാദർ പ്രേംകുമാർ, ഫിലിപ്പ് അച്ഛൻ എന്നിവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. എങ്കിൽ കൂടി അദ്ദേഹത്തെയും ഈ അവസരത്തിൽ ഓർക്കുന്നു. ഓസ്ട്രേലിയൻ മലങ്കര കാത്തലിക് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്, ബാക്കി എല്ലാ സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു ഇവന്റിന് വേണ്ടി ഒരുങ്ങുകയും അതിനുവേണ്ടി കാത്തിരിക്കുകയും ചെയ്തിരിക്കുകയായിരുന്നു. ഈ ഇവന്റ് ഇത്ര മനോഹരമായി ഇന്നിവിടെ അവസാനിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതോടൊപ്പം ഇതിന് മുന്നിലും പിന്നിലും പ്രവർത്തിച്ച വ്യക്തികളോട് നന്ദി അർപ്പിക്കാൻ ഞാൻ ഈ സമയം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായി ജോർജ് ഓണക്കൂർ സാർ, അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ അധികം പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം വളരെ ഗോഡ് ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന് നമുക്ക് ഈ ഒരു സെഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാകാം. എങ്കിൽ കൂടി ഇതിനു മുന്നേയും ഞങ്ങള് ദുബായ് കമ്മ്യൂണിറ്റിയിൽ മുമ്പുണ്ടായിരുന്നതാണ്. ഏകദേശം കറക്റ്റ് പറഞ്ഞാൽ കഴിഞ്ഞ ക്രിസ്മസിന് സാറിനെ നേരിട്ട് കാണുവാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. സാറിന്റെ മക്കളുടെ വീട്ടിൽ വെച്ച്, അമിത് മനുഷ്യർ ചേച്ചിയുടെ വീട്ടിൽ വെച്ച് എനിക്ക് സാറിനെ നേരിട്ട് കാണുവാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ സാറിന്റെ ഇവാനിയൻ യാത്ര എന്ന് പറഞ്ഞ ഒരു സെഷൻ സാർ മലങ്കര ദുബായ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി കഴിഞ്ഞ സമയത്ത് നടത്തിയിരുന്നു. ആ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യാനും വളരെ വലിയൊരു ഭാഗ്യം എനിക്കുണ്ടായി. അപ്പൊ ഈ ഒരു അവസരത്തിൽ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങൾക്ക് വേണ്ടി നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിട്ട് ഒരു ക്ലാസ് നടത്തിയ സാറിനോട് ഒരുപാട് നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ എല്ലാവരുടെയും പേരിൽ ഞാൻ അർപ്പിക്കുന്നു. പിന്നീട് നമ്മുടെ ഫാദർ പ്രേംകുമാർ അച്ഛൻ, ഫിലിപ്പ് അച്ഛൻ, നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയുടെ എല്ലാ പ്രവർത്തനത്തിനും നമ്മുടെ എല്ലാത്തിനും ലീഡർഷിപ്പ് നടത്തി നമുക്ക് ഗൈഡൻസും സപ്പോർട്ടും നൽകി നമ്മൾ മുന്നോട്ട് കൂടി ചേർത്ത് നമ്മൾ മുന്നോട്ട് നയിക്കുന്ന ഈ 3 പേരെയും ഞാൻ ഇവിടെ വെച്ച് ഓർക്കുന്നു. അവർക്ക് നന്ദി അർപ്പിക്കുന്നു. അടുത്തതായി ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗം ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന കുറച്ച് മെമ്പേഴ്സ് ഉണ്ട്. അവരുടെയൊക്കെ പേര് വിട്ടുപോകുമെന്നുള്ള ഭയം കാരണം ഞാൻ എല്ലാവരും ഒരുമിച്ച് ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അവരുടെ സമയവും സേവനവും ഓർത്ത് അവർക്ക് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. പിന്നെ ഓരോ ഇവന്റും അതിന്റെ ഭംഗിയായി പൂർത്തിയാക്കണമെങ്കിൽ നമ്മുടെ അംഗങ്ങൾ ഇവിടെ കമ്മ്യൂണിറ്റിയിൽ അറ്റൻഡ് ചെയ്തിരിക്കുന്ന ഓരോ അറ്റൻഡീസിനെയും ഞാൻ ഈ ഒരു സമയത്തിൽ നന്ദി നൽകുന്നു. പിന്നീട് അവസാനമായിട്ട് പെട്ടെന്ന് പറയുകയാണെങ്കിൽ, സാറിന്റെ ഇന്നത്തെ സെഷനിൽ പറഞ്ഞ പോലെ മനുഷ്യനോട് ചോദിച്ച ചോദ്യം ഞാൻ ഒന്നും കൂടെ ഇവിടെ പറയുന്നില്ല. എങ്കിൽ കൂടി ക്രിസ്മസിന്റെ എല്ലാ ആശയവും അതിന്റെ എളിമയും ലളിതവുമായ ആശയം നമ്മൾക്ക് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് നല്ലൊരു ക്രിസ്മസ് കാലം എല്ലാവർക്കും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ആര്യൻ, താങ്ക് യു. അപ്പോൾ ഈ ഇന്നത്തെ ഒരു എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പ്രേമച്ചനോ ഫിലിപ്പച്ചനോ ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രേമച്ചൻ ഉണ്ടെങ്കിൽ ഒരു പ്രെയർ ചൊല്ലി ഇതങ്ങ് ഞങ്ങൾക്ക് ഒരു ബ്ലെസ്സിങ് തന്ന് ഈ പരിപാടി അവസാനിപ്പിക്കാമെങ്കിൽ സന്തോഷമായിരുന്നു. പ്രേമച്ചൻ വരാമോ? വെരി ഗുഡ്. അപ്പോൾ എല്ലാം ഒരു നല്ല ദിവസമായിരുന്നു. സാറിൻ്റെ എല്ലാം കവർ ചെയ്ത് അല്ലേ, എല്ലാ മതങ്ങളുടെയും അതിനെ ഒന്ന് യോജിപ്പിച്ച് നമ്മുടെ ഇന്ത്യൻ ആ ഒരു കൾച്ചറും അതുപോലെ സ്പിരിറ്റും സാറിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് ഊന്നി പറഞ്ഞതാണ് ഈ നമ്മുടെ എളിമയും അതുപോലെ ഈശോയെ അനുഗമിക്കുന്ന ആ ഒരു അനുഭവം ഉണ്ടാകണം. പക്ഷെ നമുക്ക് ഒരു ഡിസിഷൻ എടുക്കാം. നമ്മുടെ ക്രിസ്മസ് നോട്ട് ഇൻ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ, ബട്ട് ആ ഒരു സ്നേഹത്തിൻ്റെയും എളിമയുടെയും ഒരു നല്ല ദിവസമായിട്ട് മാറട്ടെ. ഇപ്പം ക്രിസ്തു ഇല്ലാതെ ഒരു ക്രിസ്മസ് വേണ്ട, ക്രിസ്തു ഉള്ള ക്രിസ്മസ് നമുക്ക് ആഘോഷിക്കാം.
നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു വെരി മച്ച് സാർ. വന്ന് ഷെയർ ചെയ്തതിനും എല്ലാത്തിനും വളരെ നന്ദി. എല്ലാവരുടെയും നാമത്തിലും നമുക്കൊരു ചെറിയ പ്രാർത്ഥന. പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി. Amen. Lord Jesus Christ, we thank you for this wonderful day, especially for the sharing of the life of Christ, and also the Professor Dr. George Onakur. He was telling about the church, especially our Pope Francis, and also the humility and simple way of celebrating and showing our love to everyone during the Christmas season. Bless each one of us, those who are here, joined here to participate in this Reconnect program. Bless them, Lord, and give your joy of Christmas to every family. And also we thank you for all the organizers of this program, and in your love. This we ask through Christ our Lord. Amen. Amen. Almighty God bless you, the Father and the Son and the Holy Spirit. Amen. Amen. Thank you everyone for joining. Thank you, Nibu. എല്ലാം ഓർഗനൈസ് ചെയ്തതിനും എല്ലാത്തിനും അതുപോലെ എല്ലാവരും നല്ല പാർട്ടിസിപ്പേഷൻ. വെരി ഗുഡ്. I appreciate the Melbourne community.